ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MA ഹിസ്റ്ററിയുടെ ഒരു സബ്ജക്റ്റാണ് പ്രീ മോഡേൺ കേരള പ്രോബ്ലംസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് എന്നുള്ളത്. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിലെ കോഴ്സായിട്ട് 2019 അഡ്മിഷനിലും 2021 അഡ്മിഷനിലും ഇതേ പേപ്പർ തന്നെയാണുള്ളത്. അതിലേക്ക് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ഇൻ പ്രീ മോഡേൺ കേരള. അതിൽ ഫസ്റ്റ് വരുന്നത് പരശുരാമ ലെജൻഡാണ്. എ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ പരശുരാമ ലെജൻഡ് റിലേറ്റിംഗ് ടു ദ ഒറിജിൻ ഓഫ് കേരള വുഡ് ഓൾസോ ഹെൽപ്സ് us to understand some of the basic facts relating to the geography of ancient കേരള. അതായത് കേരളത്തിൻ്റെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട പരശുരാമ ഐതിഹ്യത്തിൻ്റെ ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു പരിശോധനയാണ് പ്രാചീന കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുക്കൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഘടകം. അക്കോർഡിംഗ് ടു ദിസ് ലെജൻഡ്, ദ ലാൻഡ് ഓഫ് കേരള വാസ് എ ഗിഫ്റ്റ് ഓഫ് അറേബ്യൻ സീ ടു പരശുരാമ, വൺ ഓഫ് 10 അവതാർസ് ഓർ ഇൻകാർണേഷൻസ് ഓഫ് ലോർഡ് വിഷ്ണു. അതായത് ലോർഡ് വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ, അതായത് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിലൊന്നായിട്ടുള്ള പരശുരാമന് അറബികളിൽ നൽകിയ സമ്മാനമാണ് കേരളത്തിൻ്റെ ഭൂമി എന്ന് പറയുന്നത്. ലെജൻഡ് ഹാസ് പരശുരാമ ത്രൂ ഹിസ് പരശു ഓർ ആക്സ് അക്രോസ് ദ സീ ഫ്രം ഗോകർണം ടു കന്യാകുമാരി ഓർ കന്യാകുമാരി ടു ഗോകർണം. അതൊരു മറ്റൊരു വേർഷനാണ്. ആൻഡ് വാട്ടർ റെസിഡഡ് അപ് ടു ദ സ്പോട്ട് വേർ ഇറ്റ് ഫെൽ. പരശുരാമൻ തൻ്റെ പരശു അല്ലെങ്കിൽ മഴു കടലിന് കുറുകെ ഗോകർണം മുതൽ കന്യാകുമാരി വരെ എറിഞ്ഞു എന്നുള്ളതാണ് ഒരു വിശ്വാസം. അപ്പോൾ അത് ചെന്ന് വീണ സ്ഥലത്ത് വെള്ളമിറങ്ങി, അങ്ങനെയാണ് എന്തുണ്ടായത്, കേരളമുണ്ടായതെന്ന് പറയുന്നു. ദ ട്രാക്ട് ഓഫ് ടെറിട്ടറി സോ ത്രൂ അപ്പ് ഈസ് സെഡ് ടു ഹാവ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ ലാൻഡ് ഓഫ് കേരള, അതർവൈസ് കോൾഡ് ഭാർഗവ ക്ഷേത്രം ഓർ പരശുരാമ ക്ഷേത്രം. അതായത് അങ്ങനെ വലിച്ചെറിഞ്ഞ ഭൂപ്രദേശം കേരളത്തിൻ്റെ നാട് രൂപീകരിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്നത് ഭാർഗവ ക്ഷേത്രം അല്ലെങ്കിൽ പരശുരാമ ക്ഷേത്രം എന്ന പേരിലാണ്. ഇറ്റ് ഷുഡ് ബി സ്റ്റേറ്റഡ് ദാറ്റ് ദർ ഇസ് വെരി ലിറ്റിൽ ഹിസ്റ്റോറിക്കൽ ഓർ ഫാക്ച്വൽ ബേസിസ് ഫോർ ദ പരശുരാമ ട്രഡീഷൻ, പരശുരാമ ഹിംസെൽഫ് ബീയിങ് കൺസിഡർഡ് എ മിത്തോളജിക്കൽ ഹീറോ. അതായത് പരശുരാമ പാരമ്പര്യത്തിൻ്റെ ചരിത്രപരമോ വസ്തുതാപരമായിട്ടുള്ള അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല. പരശുരാമൻ തന്നെ ഒരു പുരാണ നായകനായിട്ടാണ്, തന്നെ ഒരു മിത്തോളജിക്കൽ ഹീറോ ആയിട്ടാണ് പറയപ്പെടുന്നത്. ദ ലെജൻഡ് സീംസ് ടു ഹാവ് ബീൻ concocted at the certain stage by interested parties with a view to popularizing the theory of Brahmin predominance. അതായത് ബ്രാഹ്മണ മേധാവിത്വ സിദ്ധാന്തം ജനകീയമാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അതിനോട് ഇഷ്ടമുള്ള ആൾക്കാർ, തൽപര കക്ഷികൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ഇതിഹാസം കെട്ടിച്ചമച്ചാണെന്ന് പറയപ്പെടുന്നുണ്ട്. There are reference to the legend of Parashurama's creation of Kerala from the sea in Kalidasa's Raghuvamsha and in the Tiruvalangad plates of the region of Rajendra Chola. അതായത് കാളിദാസൻ്റെ രഘുവംശത്തിലും രാജേന്ദ്ര ചോളൻ്റെ ഭരണകാലത്തെ തിരുവലങ്ങാട് ഫലകങ്ങളിലും പരശുരാമൻ കേരളത്തിൽ നിന്ന് കേരളത്തെ സൃഷ്ടിച്ചതിൻ്റെ ഒരു ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തിരുവലങ്ങാട് പ്ലേറ്റ്സ് ഓഫ് രാജേന്ദ്ര ചോള. It was handed down from the generation to generation and finally enshrined in the Keralolpathy, the Malayalam work of doubtful historical value compiled sometime in the 18th and 19th century. Whatever be its historical authenticity, the Parashurama legend embodies some geographical and geological facts pertaining to ancient Kerala. ചരിത്രപരമായിട്ടുള്ള അതിൻ്റെ ആധികാരികത കുറവാണെങ്കിലും അതെന്ത് തന്നെയാണെങ്കിലും പരശുരാമ ഇതിഹാസം പുരാണ കേരളവുമായി ബന്ധപ്പെട്ട ചരിത്രപരമായിട്ടുള്ള വിവരങ്ങൾ, വസ്തുതകൾ നമുക്ക് നൽകുന്നുണ്ട്. ത്രൂ ജോഗ്രഫി, KM Panikkar has observed the most permanent and invariable factor of history. It is an accepted fact that the geographical features of the country do not themselves remain stationary in all ages. KM പണിക്കരുടെ വീക്ഷണത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ശാശ്വതവും മാറ്റമില്ലാത്തതുമായ ഘടകം ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ്. അപ്പോൾ എല്ലാ കാലത്തും നിശ്ചലമായി നിലനിൽക്കില്ല എന്നത് അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയും കൂടിയാണ്. The consensus of opinion among the scholars is that substantial portion of Kerala must have been
underwater in ancient days, the Arabian Sea itself having extended right up to the foot of Western Ghats. അറബിക്കടൽ തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരം വരെ വ്യാപിച്ചു കിടക്കുന്ന പുരാതന കാലത്ത് കേരളത്തിൻ്റെ ഗണ്യമായൊരു ഭാഗം വെള്ളത്തിനടിയിലായിരുന്നിരിക്കാം എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. The coastal belt of Alleppey district is believed to have been submerged under the water in the ancient past, or at least it might have constituted an extensive swamp with the sandbanks and mud banks here and there. ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശം പുരാതന കാലത്ത് വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയതായി വിശ്വസിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അത് മണൽ തീരങ്ങളും ചെളി നിറഞ്ഞ തീരങ്ങളുമായിട്ട് ചേർന്ന് വിശാലമായ ഒരു ചതുപ്പ് നിലമായി മാറിയിരുന്നിരിക്കാം. The existence of marine fossils including coral reefs at വാഴപ്പള്ളിന് ചങ്ങനാശ്ശേരി is cited as positive evidence in support of connection that the tract in question might have been at one time under the sea. അല്ലെങ്കിൽ വാഴപ്പള്ളിനിയർ ചങ്ങനാശ്ശേരിയിൽ പഴയപ്പുറ്റുകൾ ഉൾപ്പെടെയുള്ള സമുദ്ര ഫോസിലുകളുടെ അസ്തിത്വം നല്ല തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. The land might have been thrown up from the sea as a result of the operation of volcanic or seismological factors. ഭൂകമ്പം കൊണ്ടോ അഗ്നിപർവ്വതം കൊണ്ടോ the land might have been thrown up from the sea, കടലിൽ നിന്നറിയപ്പെട്ടതായിരിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. Geologists point out that the numerous rivers which take their sources from the Western Ghats might have also brought down in their course large quantities of silt and mud, while ocean currents might have deposited immense quantities of sand on the shore. A vast stretch of land area might have thus come into existence by the steady accumulation of silt and sand. Perhaps the Parashurama legend regarding the creation of Kerala from out of the sea highlights this geographical truth. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ധാരാളം നദികൾ അവയുടെ ഗതിയിൽ വലിയ അളവിൽ ചെളിയും അതുപോലെ തന്നെ മണ്ണും ഇറക്കിയിട്ടുണ്ടായിരിക്കാം എന്ന് ജിയോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. അതേസമയം കടൽ പ്രവാഹങ്ങൾ തീരത്ത് വൻതോതിൽ മണൽ നിക്ഷേപിച്ചിട്ടുണ്ടാവാം. അപ്പം മണ്ണിൻ്റെയും മണലിൻ്റെയും സ്ഥിരമായിട്ടുള്ള ഈ ഒരു കുമിഞ്ഞുകൂടൽ വഴി ഒരു വലിയ ഭൂപ്രദേശം ഉണ്ടായിട്ടുണ്ടാവാം. ഒരു പക്ഷേ കടലിന് പുറത്തു നിന്ന് കേരളത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള പരശുരാമൻ്റെ ഇതിഹാസം ഈ ഒരു ഭൂമിശാസ്ത്രപരമായ സത്യത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കാമെന്നാണ് പറയപ്പെടുന്നത്. ഇനി വരുന്നത് ചേരമാൻ ലെജൻഡ്, ചേരമാൻ ഇതിഹാസമാണ്. The legend relating to conversion of the last Chera emperor, Cheraman Perumal, to Islam after partitioning the country comes as a dramatic climax to the fanciful story of foreign Perumals. അവസാനത്തെ ചേരഭരണാധികാരി ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ചായിട്ടുള്ള ഒരു കഥയുണ്ട്. The Perumal who left Kerala is said to have landed at the port of Arabian coast and met Muhammad the Prophet at the place called ജിദ്ദ. അതായത് അദ്ദേഹം അറേബ്യൻ തീരത്തുള്ള ഒരു തുറമുഖത്ത് ചെന്നു. ജിദ്ദ എന്ന സ്ഥലത്ത് വെച്ച് മുഹമ്മദ് നബി അദ്ദേഹം കണ്ടുമുട്ടിയതായിട്ട് പറയപ്പെടുന്നു. After having been duly canonized by Prophet, so goes the story, he married the sister of the king of Arabia, lived there in comfort for 5 years, and then undertook a journey to Kerala for the spread of Islam in this country. But before he could accomplish his mission, he died and was buried at the place of Arabian coast. അദ്ദേഹം അറേബ്യയിലെ ഒരു രാജാവിൻ്റെ സഹോദരിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 വർഷം അവിടെ അദ്ദേഹം സുഖമായി താമസിച്ച് കേരളത്തിൽ ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തിരിച്ച് യാത്ര നടത്തി. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം മരിക്കുകയും അറേബ്യൻ തീരത്തെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ അടക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. The different versions of Keralopathy gives the above story with differences in the details which embellish them. അതായത് കേരളോൽപ്പത്തിയുടെ വ്യത്യസ്ത പതിപ്പുകൾ ഈ ഒരു കഥയെ മനോഹരമാക്കുന്ന വിശദാംശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കഥകളുണ്ട്. ദ ചേരമാൻ ലെജൻഡ് ഈസ് നോട്ട് കോറോബറേറ്റഡ് ബൈ എനി കണ്ടംപററി റെക്കോർഡ് ഓർ എവിഡൻസ്. ചേരമാൻ ഇതിഹാസം ഒരു സമകാലിക റെക്കോർഡ് തെളിവുകളായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, കണക്കാക്കപ്പെടുന്നില്ല. നൺ ഓഫ് ദ ഏർലി ഓഫ് മിഡീവൽ ട്രാവലേഴ്സ് ഹു വിസിറ്റഡ് കേരള ഹാസ് റെഫേർഡ് ടു ഇറ്റ് ഇൻ ദർ റെക്കോർഡ്സ്. അതായത് കേരളം സന്ദർശിച്ച ആദ്യകാലത്തെ സഞ്ചാരികളാരും തന്നെ അവരുടെ രേഖകളിൽ ഇത് പറയുന്നുമില്ല.
Thus, Sulaiman al-Baruni, Benjamin of Tudela, al-Qasvini, Marco Polo, Friar Odoric, Friar Jordanus, Ibn Battuta, Abdul Razak and Niccolo Conte. None of these travelers speaks of the story of the Chairman Perumal's alleged conversion to Islam. അന്ന് വന്നിട്ടില്ല, നമ്മുടെ മധ്യകാലഘട്ടത്തിൽ വന്നിട്ടുള്ള സുലൈമാൻ അൽബറൂണി, അതുപോലെ തന്നെ നമ്മുടെ അൽ കസ്വിനി, മാർക്കോ പോളോ, ഫ്രിയർ ഓഡോറിക്, ഫ്രിയർ ജോർദാനസ്, ഇബിൻ ബത്തൂത്ത, അബ്ദുൾ റസാഖ്, നിക്കോളോ കൊണ്ടി, ഈ സഞ്ചാരികളാരും ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ചതായിട്ട് പറയുന്നില്ല. നെവർദലെസ് ദ ലെജൻഡ് crept its way into the accounts of foreign travelers who came to Kerala after the arrival of പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമുള്ള കഥകളിൽ നിന്ന് വന്നതാണ്. ഡ്യൂററ്റ് ബാർബോസ ആൻഡ് കാൻഡർ വിച്ചർ ഹാവ് അലൂഡഡ് ദ ചേരമാൻ ലെജൻഡ്. ഡ്യൂററ്റ് ബാർബോസയും കാൻഡർ വിച്ചറുമാണ് ചേരമാൻ ഇതിഹാസത്തെ സൂചിപ്പിക്കുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ, the author of the Tuhfatul Mujahideen, writing in 16th century, has spoken of Cheraman legend as the common and earliest tradition regarding to the propagation of Mohammedan religion in Malabar. But the learned historian was not inclined to believe in the മലബാറിലെ മുഹമ്മദൻ മതം പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പാരമ്പര്യം എന്ന രീതിയിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ്റെ കർത്താവായിട്ടുള്ള ഷെയ്ഖ് സൈനുദ്ദീൻ പറയുന്നുണ്ട്. എന്നാൽ മറ്റ് പണ്ഡിതരായുള്ള ചരിത്രകാരന്മാരും അതിൻ്റെ ആധികാരികതയിൽ അത്ര വിശ്വാസം നൽകുന്നില്ല. In short, the legend rested solely on oral tradition handed down from generation to generation, and it was reproduced by later writers without any critical examination of its details. ചുരുക്കി പറഞ്ഞാൽ ഐതിഹ്യം തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട വാക്കാലുള്ള പാരമ്പര്യത്തിൽ മാത്രം അധിഷ്ഠിതമായിരുന്നു. അത് പിന്നീട് എഴുത്തുകാർ പുനർനിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. It is exceedingly doubtful if any Chera emperor ever became a convert to Islam. In fact, there never was a ruler of Kerala by name Cheraman Perumal. ചോദ്യത്തിൻ്റെ എല്ലാ വശവും നമ്മൾ നോക്കുമ്പോൾ ചേരമാൻ ഇതിഹാസം ചില ആദ്യകാല എഴുത്തുകാരുടെ ഭാവന മാത്രമായിരുന്നുവെന്ന് കാണാം. ഏതെങ്കിലും ചേര ചക്രവർത്തി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ആസ് ഡോക്ടർ ഗുണ്ടർ ഹാസ് ഒബ്സർവ്ഡ്, ഷുവർലി ദർ ഹാസ് നെവർ ബീൻ ചേരമാൻ പെരുമാൾ is the name of the dynasty of Chera or Kerala rulers. From the two names are the same. Logan accepted the story of Perumal's conversion to Islam as authentic, but he changed the date of conversion from 345 to 825 AD and linked it with the rumored existence of a tombstone at Zafar on Arabian coast said to be that of the convert Perumal. ചേരമാൻ രാജവംശത്തിൻ്റെ പേരാണ് ചേരമാൻ അല്ലെങ്കിൽ കേരള ഭരണാധികാരികൾ. അപ്പോൾ രണ്ട് പേരുകളും ഒന്നു തന്നെയാണ്. പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച കഥ ആധികാരികമാണെന്ന് ആരംഗീകരിച്ചു? ലോകൻ അംഗീകരിച്ചു. എന്നാൽ അദ്ദേഹം മതപരിവർത്തനം നടത്തിയ തീയതി AD 345 നിന്നും 825 ആയിട്ട് അദ്ദേഹം മാറ്റുന്നുണ്ട്. അറേബ്യൻ തീരത്തുള്ള സഫറിൽ ഒരു ശവകുടീരം കല്ലുണ്ടെന്നും ഒരു കിംവദന്തി പ്രചരിച്ചോടുകൂടി മതം മാറിയ പെരുമാളിൻ്റേതാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഈ കാഴ്ചപ്പാട് ഒരുപോലെ അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ബട്ട് ദിസ് വ്യൂ ഹാസ് ബീൻ പ്രൂവ്ഡ് ടു ബി ഈക്വലി അൺടെനബിൾ. അതായത് ഈ ഒരു കാഴ്ചപ്പാട് ഒരുപോലെ അംഗീകരിക്കാനാവില്ലെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ദ പെരുമാൾ കുഡ് നോട്ട് ഹാവ് മെറ്റ് മുഹമ്മദ് ദ പ്രോഫറ്റ് അറ്റ് ദ ജിദ്ദ either in 1825, 2 centuries after the death of Muhammad, or 345, more than 2 centuries before his birth. അതായത് ഈ ഒരു ഇത് അനുസരിച്ച് പെരുമാളിന് 825 ജിദ്ദയിൽ വെച്ച് മുഹമ്മദ് നബിയെ കാണാൻ കഴിയുമായിരുന്നില്ല. കാരണം മുഹമ്മദിൻ്റെ മരണത്തിന് 2 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആ ഒരു കാലഘട്ടം. എന്നാൽ 345 കാണാൻ കഴിയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെ 2 നൂറ്റാണ്ട് മുമ്പാണ്. അപ്പോൾ തന്നെ ഈ ഒരു കാലഘട്ടം പറയുമ്പോൾ തന്നെ ഈ ഒരു ഐതിഹ്യം സംശയാതീതമായ Further, the truth about the existence and contents of the Arabian epitaph referred to by Logan has also since been disproved for want of reliable testimony. കൂടാതെ ലോഗൻ ഹാസ് പരാമർശിച്ച അറേബ്യൻ എപ്പിഡാഫിൻ്റെ അസ്തിത്വത്തെയും ഉള്ളടക്കത്തെയും കുറിച്ചുള്ള സത്യവും അന്നു മുതൽ തന്നെയാണ്. While the story of the Perumal's conversion to Islam is thus liable to rejection in the absence of unimpeachable historical evidence, there is one school of thought which believe that
The religion, which is the last of Perumals, became a convert might have been either Buddhism or Jainism. വിശ്വസനീയമായ ഒരു സാക്ഷിയുടെ അഭാവം മൂലം ഈ ഒരു പെരുമാൾ കഥ നിരാകരിക്കപ്പെട്ടു. കഥ നടക്കുമ്പോൾ ഇസ്ലാമിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ കാലമായിരുന്നില്ല. അവസാനത്തെ പെരുമാൾ മതം മാറിയത് ഏത് മതത്തിലേക്ക് മാറിയേക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് ഒന്നെങ്കിൽ ബുദ്ധമതമോ അല്ലെങ്കിൽ ജൈനമതമോ ആയിരിക്കാം. ഈ ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ അത് ബുദ്ധമതമോ ജൈനമതമോ ആയിരുന്നിരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. There is still another version according to which the last of Perumals became convert to Christianity and then pilgrimage to Mylapore, where he died some years later and was buried by the side of the tomb of St. Thomas at Apostole. ഒന്നുകിൽ ബുദ്ധമതമോ ജൈനമതമോ ആയിരിക്കാം, അല്ലെങ്കിൽ അവസാനത്തെ പെരുമാൾ ക്രിസ്തുമതം സ്വീകരിക്കുകയും പിന്നീട് മൈലാപ്പൂരിലേക്ക് തീർത്ഥാടനം നടത്തുകയും ചെയ്തു. അദ്ദേഹം അവിടെ വെച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം അന്തരിച്ചു. അപ്പോസ്തലനായിട്ടുള്ള സെൻറ്റ് തോമസിൻ്റെ ശവകുടീരത്തിന് സമീപം അടക്കം ചെയ്യപ്പെട്ട മറ്റൊരു പതിപ്പും കൂടി പറയുന്നുണ്ട്. There is a valid reason to reject the whole story of Perumal's renunciation of Hinduism and partitioning of kingdom as unhistorical. പെരുമാൾ ഹിന്ദുമതം ത്യജിച്ചതിൻ്റെയും രാജ്യവിഭജനത്തിൻ്റെയും മുഴുവൻ കഥയും ചരിത്രവിരുദ്ധമാണെന്ന് നിരസിക്കാൻ കാരണമുണ്ട്. It has now been proved that 9th, 10th and 11th centuries comprised the age of Second Chera Empire when the Kulashegaras exercised their authority over the whole of Kerala from their capital Mahodeyapuram. 9, 10, 11 നൂറ്റാണ്ടുകൾ രണ്ടാം യുഗമായിരുന്നുവെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കുലശേഖരൻ തങ്ങളുടെ അധികാരം പ്രയോഗിച്ചപ്പോൾ ചേര സാമ്രാജ്യം അവരുടെ തലസ്ഥാനമായ മഹോദയപുരത്ത് നിന്ന് കേരളം മുഴുവൻ വ്യാപിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെ സാധ്യമായിരുന്നു എന്നത് അചിന്തനീയമായ ഒരു കാര്യമാണ്. Again, the last chairman Perumal was Ramavarma Kulasekara, and there is no evidence to affirm that he renounced Hinduism and embraced some other non-Hindu faith, be it Islam. അവസാനത്തെ ചെയർമാൻ പെരുമാൾ രാമവർമ്മ കുലശേഖരനായിരുന്നു. അദ്ദേഹം ഹിന്ദുമതം ഉപേക്ഷിച്ചു എന്നത് അതിന് സ്ഥിരീകരിക്കാൻ പറ്റിയ തെളിവൊന്നുമില്ല. ഹിന്ദുമതം ഉപേക്ഷിച്ചുവെന്നും മറ്റ് ഹിന്ദുമതങ്ങളെ സ്വീകരിച്ചുവെന്നും അത് ഇസ്ലാം, ബുദ്ധമതം, ജൈനമതം അല്ലെങ്കിൽ ക്രിസ്തുമതം ഏതുമാകാമെന്നും പറയപ്പെടുന്നുണ്ട്. It would be seen that the Cheraman legend had its origin in the wrong identification or mixing up of the local ruler of later date, perhaps a Zamarin of Calicut, who became a convert to Islam with an early Chera emperor. അവസാനത്തെ ചെയർമാൻ പെരുമാൾ ഹിന്ദുവായി മരിച്ചുവെന്ന് പറയപ്പെടുന്നു. ചെയർമാൻ കഥ, ചെയർമാൻ ഇതിഹാസം, അതായത് അവസാന ചേര റൂളർ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ കൃത്യമായ ഒരു തെളിവ് ഇത് നമുക്ക് ലഭ്യമല്ല. ഇത്രയുമാണ് മോഡ്യൂളിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ നോക്കിയത്. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.